50% ഗൗട്ടി ആർത്രൈറ്റിസ് രോഗികളിലും യൂറിക് ആസിഡ് ലെവൽ നോർമൽ ആകാം. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടുതലുള്ള മിക്കവരിലും ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാകണമെന്നില്ല. അതിനാൽ യൂറിക് ആസിഡ് ലെവൽ രക്തപരിശോധനയിൽ കൂടുതലായി കണ്ടാലും ക്ലിനിക്കൽ കോറിലേഷനും കൂടി പരിഗണിച്ച ശേഷം മാത്രമേ യൂറിക് ആസിഡ് കുറയ്ക്കാനായി മരുന്ന് കഴിക്കേണ്ടതുള്ളൂ. 6. യൂറിക് ആസിഡ് കൂടുന്നതും ഗൗട്ടും യൂറേറ്റ് കിഡ്നി സ്റ്റോണും ഒക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. പോഷകങ്ങളുടെ ഏറ്റക്കുറച്ചിലും വ്യായാമക്കുറവും ശരീരത്തിലടിയുന്ന വിഷാംശവുമാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം. 7. രക്തപരിശോധനയിൽ യൂറിക് ആസിഡ് കൂടുതലാണ് എന്ന് കണ്ടാൽ ഉടനെ യൂറിക് ആസിഡ് കുറയ്ക്കാനായി മരുന്ന് തുടങ്ങുകയല്ല വേണ്ടത്. പകരം മത്സ്യമാംസാദികളും മധുരവും ആൽക്കഹോൾ ഉപയോഗവും ഒക്കെ കുറച്ച് ഭക്ഷണം ക്രമീകരിക്കാനും വ്യായാമത്തിലൂടെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞിരിക്കുന്ന അമിത കൊഴുപ്പും വിഷാംശവും മാറ്റാനും കഴിഞ്ഞാൽ യൂറിക് ആസിഡ് താനെ കുറഞ്ഞു വരും. 8. ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങൾ കാണിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അപാകതകളാണ് സോഡിയം യൂറേറ്റ് തരികൾ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസിനും ടോഫിക്കും ഒക്കെ കാരണമാകുന്നത് എന്നാണ്.